ഹായ് എവരിവൺ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം മുഴുവൻ ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് ആഗോളവാതകങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. ഇവയ്ക്കു പുറമെ ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളുമുണ്ട്. ഇനി നമുക്ക് അത്തരം കാറ്റുകളെ കുറിച്ച് പഠിക്കാം. കാലികവാതങ്ങൾ അഥവാ പീരിയോഡിക് വിൻഡ്സ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചിട്ടുണ്ടാവുന്ന കാറ്റുകളെ കാലികവാതങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാതങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. എന്താണ് മൺസൂൺ? അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിനർത്ഥം. മൺസൂൺ എന്ന വാക്കിനർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അവയിൽ ചിലതാണ് സൂര്യന്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ. മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ. അച്ചുതണ്ടിന്റെ ചെരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഇത് ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കുന്നതിന് കാരണമാവും. അതിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റമുണ്ടാവും. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ITCS വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കുകിഴക്കൻ വാണിജ്യവാതങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്കുകിഴക്കൻ വാണിജ്യവാതങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. ഉയർന്ന പകൽ ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്കു കിഴക്കൻ വാണിജ്യവാതങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടയാക്കും. ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. എന്താണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ? ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാതങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടയാക്കും. ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് പഠിക്കാം. ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമാണ്. അതുപോലെ കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നതും ഒരുപോലെയല്ല. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുന്നു. എന്നാൽ കടൽ സാവധാനമേ ചൂടാവുകയുള്ളൂ. ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. ഈ ചിത്രങ്ങൾ നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിനു മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽ കാറ്റ് എന്നറിയപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിനു മുകളിൽ ന്യൂനമർദ്ദവും ആയിരിക്കും. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാക്കും.
ഇതാണ് കരക്കാറ്റ്. രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോടെ സജീവമാകുന്നു, സൂര്യോദയത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എന്താണെന്ന് നോക്കാം. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂടുപിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചെരുവുകളിലൂടെ കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ് അഥവാ വാലി ബ്രീസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ് അഥവാ മൗണ്ടൻ ബ്രീസ്. അടുത്തതാണ് പ്രാദേശിക വാദങ്ങൾ അഥവാ ലോക്കൽ വിൻഡ്സ്. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശിക വാദങ്ങളുണ്ട്. അതിന് മികച്ച ഉദാഹരണങ്ങളാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ്. ചിനുക്ക്, ഹർമാറ്റർ, ഫൊൻ തുടങ്ങിയവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങൾ ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് ചിനുക്ക്, ഹർമാറ്റർ, ഫൊൻ. ഇത് PSC പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനുക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനുക്ക് എന്ന പേര് ലഭിച്ചത്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ്. അടുത്തത് ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. അടുത്തത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റർ. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്നതിനാലാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. അടുത്തതാണ് അസ്ഥിരവാദങ്ങൾ അഥവാ വേരിയബിൾ വിൻഡ്സ്. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. ഇനി അടുത്തത് ചക്രവാതങ്ങൾ എന്താണെന്ന് നോക്കാം. ചക്രവാതങ്ങൾ അഥവാ സൈക്ലോൺസ്. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലുമാണ്. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും രണ്ടായി തിരിക്കാം. ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ ആഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓഖി ചുഴലിക്കൊടുങ്കാറ്റ് ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഇന്ത്യ തീരങ്ങൾ വിട്ടത്.
ഇതൊരു ഉഷ്ണമേഖല ചക്രവാതമാണ്. ഉഷ്ണമേഖല സമുദ്രപ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖല ചക്രവാതത്തിന് കാരണമാകുന്നത്. ഇനി അടുത്തതാണ് പ്രതിചക്രവാതങ്ങൾ അഥവാ ആന്റി സൈക്ലോൺസ്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ്. ഈ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകാം. അന്തരീക്ഷം എത്ര ചലനാത്മകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? വായുവിന്റെ ഈ നിരന്തര സഞ്ചാരത്തിന് പിന്നിലെ ചാലക ശക്തി സൂര്യനാണ്. സൗരോർജമില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. താപമില്ല, താപവ്യത്യാസമില്ല, മർദ്ദ വ്യത്യാസമില്ല, കാറ്റില്ല, ഭൗമോപരിതലം എന്നും സജീവമായി നിലനിർത്തുന്നതിൽ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കുള്ള പങ്ക് നിസ്തുലമാണ്. പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുന്നത് കൗതുകകരം മാത്രമല്ല, വിജ്ഞാനവുമാണ്. ഈ പാഠം കഴിഞ്ഞു. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കണ്ടിന്യൂസ് ആയി വീഡിയോ കാണുക. അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബൈ.